അഴിയൂർ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 25 വർഷമായി അഴിയൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പറായിരുന്ന, അഴിയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിരുന്ന പ്രിയപ്പെട്ട ശശിധരൻ ചേട്ടൻ, അതുപോലെ തന്നെ 15 വർഷത്തോളമായി അഴിയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ കോൺഗ്രസിൽ നിന്ന് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട ശശിചേട്ടൻ്റെ ഭാര്യ മഹിജ തോട്ടത്തിൽ, ഈ 2 പേരും ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ മെമ്പർഷിപ്പ് എടുത്ത് ഞങ്ങളുടെ കൂടെ ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകരായിരുന്നു. 25 വർഷമായി കോൺഗ്രസിൻ്റെ മെമ്പറായി, മഹിജ ചേച്ചി 15 വർഷം കോൺഗ്രസിൻ്റെ മെമ്പറായിരുന്ന ഈ 2 പേരുമാണ് ഇന്ന് ആ രാഷ്ട്രീയത്തോട് വിട പറഞ്ഞുകൊണ്ട് നേരിൻ്റെ രാഷ്ട്രീയത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ, വികസന രാഷ്ട്രീയത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ കൊടുക്കാൻ ആ പാർട്ടിക്ക് സാധിക്കാതെ വന്നിരിക്കുന്നു. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ അഴിയൂർ ബോർഡ് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് 5ാം ക്ലാസ് മുതൽ KSUവിലൂടെ തുടങ്ങിയ പ്രവർത്തനം, പിന്നീട് യൂത്ത് കോൺഗ്രസിലും അതേപോലെ കോൺഗ്രസിലും പ്രവർത്തിക്കാൻ തുടങ്ങി. ഞാൻ മുൻപ് അഴിയൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. കൂടാതെ കുറച്ചു കാലം അഴിയൂർ മണ്ഡലം കോൺഗ്രസിൻ്റെയും വൈസ് പ്രസിഡൻ്റായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. 1995 ഞാൻ ആദ്യമായി അഴിയൂർ ഗ്രാമപഞ്ചായത്ത് 3ാം വാർഡിൽ നിന്നും ജനവിധി തേടുന്നത്. അന്ന് ഇടതുപക്ഷത്തിൻ്റെതായിരുന്നു ആ വാർഡ്. അത് ഞാൻ മത്സരിച്ച് പിടിച്ചെടുക്കുകയായിരുന്നു. തുടർന്ന് അങ്ങോട്ട് ഞാൻ തുടർച്ചയായി അഴിയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ 3, 4, 5 വാർഡുകളിൽ നിന്നും ജയിച്ച് ജനപ്രതിനിധി ആയൊരു ആളാണ്. കൈപ്പേറിയ അനുഭവമാണ് ഈ BJP പ്രസ്ഥാനത്തിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനം വിട്ടുവരുന്നതിൽ എനിക്ക് അങ്ങേയറ്റം വിഷമമുണ്ട്. ഞാൻ ജനപ്രതി എന്ന നിലയിൽ ജനങ്ങൾക്ക് വേണ്ടി എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതിന് ജനങ്ങൾ എന്നിൽ വിശ്വാസവും സ്നേഹവും തന്നിട്ടുണ്ട്. ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും ഞാൻ ഒരിക്കലും മറക്കില്ല. ഈ പ്രാവശ്യം ഞാൻ വിജയിച്ചു വന്നത് CPMൻ്റെ ഉരുക്ക് കോട്ടയായ അഴിയൂർ ഗ്രാമപഞ്ചായത്ത് 4ാം വാർഡിൽ നിന്നാണ്. ജനങ്ങൾ എനിക്ക് നൽകിയ സ്നേഹം അതെങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് എനിക്കറിയില്ല. കൂടാതെ 2005 ഞാൻ പൊതുരംഗത്തേക്ക് ഇറങ്ങി വരുന്നത്. അന്ന് ആ മാഹി റെയിൽവേ സ്റ്റേഷൻ വാർഡ് സ്ത്രീ സംവരണം വന്നതിന് ശേഷമാണ് ഞാൻ പൊതുരംഗത്തേക്ക് വരുന്നത്. അപ്പോൾ അന്ന് എനിക്ക് നല്ല സ്വീകരണമായിരുന്നു ആ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഉണ്ടായത്. പാർട്ടിക്ക് വേണ്ടി അത്രയും ആത്മാർത്ഥമായിട്ട് ഞാൻ സജീവമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും, എൻ്റെ എല്ലാ പ്രശ്നങ്ങളും, വ്യക്തിപരമായ എല്ലാ പ്രശ്നങ്ങളും മാറ്റിവെച്ചുകൊണ്ടാണ് ഞാൻ പാർട്ടിയുടെ കാര്യത്തിന് വേണ്ടി വാർഡ് വികസനത്തിൻ്റെ കാര്യത്തിലായാലും പഞ്ചായത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാ കാര്യങ്ങളിലും സജീവമായി പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ കുറച്ച് കാലങ്ങളായിട്ട് ഈ കോവിഡ് തുടങ്ങിയ തൊട്ടാണ് ഞങ്ങളെ പ്രദേശത്തുള്ള ആൾക്കാർക്ക് കുറച്ച് മാറ്റങ്ങൾ കാണുന്നത്. അതായത് അന്നേരത്ത് ഞാൻ മെമ്പറായിരുന്നു. 2010 മെമ്പർ. അപ്പോൾ കോവിഡിൽ ഞാൻ സജീവമായി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. കോവിഡ് വന്ന രോഗികളെ കാര്യങ്ങൾക്കായാലും മറ്റു കാര്യങ്ങൾക്കായാലും എല്ലാ കാര്യങ്ങളിലും ഞാൻ സജീവമായിട്ടായിരുന്നു പ്രവർത്തിച്ചത്. പക്ഷെ ആ എൻ്റെ പ്രവർത്തനത്തിൽ ഇവർ എന്തൊക്കെയോ തെറ്റുകൾ കണ്ടെത്തുകയായിരുന്നു. ഞാൻ പിന്നെ അവരെ ഒന്നും അറിയിക്കാതെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നുള്ളൊരു ടോക്കായിരുന്നു അവരുടെ അടുത്ത് നിന്ന് വന്നത്. അപ്പോൾ അന്ന് തൊട്ടിട്ട് അവരെന്തോ അറിയില്ല, ഞങ്ങളോട് എന്തോ ഒരു ഇതായിട്ട് പെരുമാറാൻ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ സജീവമായിട്ട് കോൺഗ്രസ് ഇതിൽ തന്നെ പിടിച്ചു നിൽക്കണം, മരണം വരെ ഒരു കോൺഗ്രസ്സുകാരിയായിട്ട് തന്നെ നിൽക്കണം എന്നായിരുന്നു ഞങ്ങളുടെ താല്പര്യം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് വാർഡിൽ കമ്മിറ്റി വിളിച്ചു ചേർത്ത്, ഞങ്ങൾ അറിയാതെയാണ് അവർ കമ്മിറ്റി വിളിച്ചു ചേർത്തത്.
അപ്പോൾ അതിൽ വളരെ ഏറെ വിഷമം വന്നത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ അത് ഒരു ബാലിശമായ ഒരു കാര്യമായിട്ട് തോന്നാം, ഇപ്പോൾ ഈ പറയുമ്പോൾ ജനങ്ങൾക്കും അത് തോന്നിയേക്കാം. പക്ഷെ സജീവമായിട്ട് ഞങ്ങൾ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഞങ്ങൾക്ക് കൈപ്പേറിയ ഒരു അനുഭവം ഉണ്ടായപ്പോൾ വല്ലാത്ത മനോവിഷമം ഉണ്ടായി. അങ്ങനെയാണ് ഞങ്ങൾ ഈ പാർട്ടിയിലേക്ക് വരുന്നത്. തുടർന്ന് ഇപ്പം ഞാൻ 3-ാം വാർഡിൽ മത്സരിക്കുന്നുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിയുടെ ടിക്കറ്റിലാണ് ഞാനിപ്പം മത്സരിക്കുന്നത്. എന്നെ ജനങ്ങൾ വിജയിപ്പിക്കുകയാണെങ്കിൽ 4-ാം വാർഡ്, അത് 3-4 എന്നെ വിജയിപ്പിക്കുകയാണെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ എങ്ങനെയാണോ പ്രവർത്തിച്ചത് ആ പ്രവർത്തനം തന്നെയായിരിക്കും ഇനി മുന്നോട്ടും അതുപോലെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ജനങ്ങൾക്ക് ഏത് പകലായാലും രാത്രിയായാലും ജനങ്ങൾക്ക് ഉണ്ടാകുന്ന വിഷമങ്ങൾ ഞങ്ങൾ രണ്ടുപേരും അവരുടെ കൂടെ തന്നെ ഉണ്ടാവും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 25 വർഷമായിട്ടുള്ള കോൺഗ്രസിൻ്റെ മെമ്പർ, 15 വർഷമായി തിരഞ്ഞെടുക്കപ്പെട്ട പൊതുജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന മെമ്പർ, ഇവരുടെ രണ്ടുപേരുടെയും അനുഭവ സമ്പത്ത് കോൺഗ്രസിന് ആവശ്യമില്ല, പക്ഷെ ഞങ്ങൾക്ക് വേണം, BJPക്ക് വേണം. രണ്ടുപേരും മത്സരിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. മഹിജ ചേച്ചി നോമിനേഷൻ കൊടുത്തിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. 4-ാം വാർഡിൽ, അഴിയൂർ ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിലാണ് മഹിജ ചേച്ചി 4-ാമത്തെ തവണ ജനവിധി തേടുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. കോൺഗ്രസിൽ നിന്ന് വരും ദിവസങ്ങളിൽ കോൺഗ്രസിൽ നിന്നും CPMൽ നിന്നും CPIയിൽ നിന്നും ഈ കോഴിക്കോട് നോർത്ത് ജില്ലയിൽ കൂടുതൽ നേതാക്കന്മാർ BJPയിലേക്ക് എത്തും എന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയിലേക്ക് സ്വാഗതം. ഇത് വിടാത്ത കൈയാണ്. വാർഡിൽ നിന്ന് 4-ാമത്തെ തവണയും